ഞാന് അപ്പൊ എന്തായാലും സീൻ അല്ലെന്നേ. സലീമിക്കടുത്ത് ഒരു കാര്യം പറയട്ടെ, അതിനുശേഷം നിങ്ങൾ എന്ത്. സലീമിക്ക ബാപ്പുജിയുടെ ഇതിട്ടുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് സലീമിക്ക ബാപ്പുജി അടുത്ത് വലിയ ബഹുമാനമൊന്നും ഇല്ല കേട്ടോ. രാഷ്ട്രപിതാവാണ് എന്ന് പറയുന്നതിനും എനിക്ക് യോജിപ്പൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ആദ്യത്തെ ഇലക്ഷൻ ഹാക്ക് ചെയ്ത ഒരാളാണ് ഈ മഹാത്മാഗാന്ധി നിങ്ങൾ വിളിക്കുന്ന ബാപ്പുജി. ഈ 14 KPCC പോലെയുള്ള പ്രസിഡന്റ്, PCC പ്രസിഡന്റുമാരില് 12 പേര് സർദാർ പട്ടേലിന് അനുകൂലമായിട്ട് ചെയ്തിട്ട് ആ ഇലക്ഷൻ ഹാക്ക് ചെയ്തിട്ട് ഈ നെഹ്റുവിനെ, ഒരാൾ പോലും പിന്തുണയ്ക്കാത്ത നെഹ്റുവിനെ പ്രധാനമന്ത്രിയായിട്ട് അപ്പോയിന്റ് ചെയ്ത് അയാളാണ് ആദ്യമായിട്ട് ഇലക്ഷൻ ഹാക്ക് ചെയ്തത് ഇന്ത്യയിൽ. നിങ്ങൾ ഈ ഇലക്ഷൻ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന്റെ ഗുരു എന്ന് പറയുന്നത് ഈ ബാപ്പുജിയാണ്. അതുപോലെ തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി ഡെമോക്രാറ്റിക് രൂപത്തില് ഈ AICC പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്ത സമയത്ത് ധർണ ഇരുന്ന് തൂറിത്തോപ്പിച്ച് അയാളെ കൊണ്ട് രാജിവെപ്പിച്ച് ആദ്യത്തെ ഈ ജനാധിപത്യം അട്ടിമറിച്ച ആളാണ് നിങ്ങൾ ഈ പറഞ്ഞ ബാപ്പുജി എന്ന് പറയുന്നയാള്. അതുപോലെ തന്നെ ഈ പിന്നെ ഇവിടെ പിന്നെ എന്റെ മൃതശരീരത്തിൽ കൂടെ മാത്രമേ ഇന്ത്യയെ വിഭജിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞയാള് ഇന്ത്യ വിഭജിച്ചിട്ട സമയത്ത് 20 ലക്ഷത്തോളം പേര് മരിച്ചു. ഈ ബംഗ്ലാദേശ് അതിർത്തിയിലും പഞ്ചാബ് അതിർത്തിയിലും മരിച്ച സമയത്ത് ധർണ ഇരിക്കാതെ ബാബാ സാഹേബ് അംബേദ്കറിന്റെ വീടിന്റെ മുമ്പിൽ പോയി ധർണ ഇരുന്ന്, അതായത് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഓരോ ഹിന്ദു അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഓരോ മുസ്ലിം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോകുന്നെങ്കിൽ മാത്രമേ ഇത് വിഭജിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിന് ബാബാ സാഹേബ് അംബേദ്കറിന്റെ വീടിന്റെ മുമ്പിൽ ധർണ ഇരുന്ന ഈ ബാപ്പുജി മുഹമ്മദ് അലി ജിന്നയുടെ വീടിന്റെ മുമ്പിൽ ധർണ ഇരുന്നില്ല. ഈ വേണമെന്ന് പറഞ്ഞാൽ മുഹമ്മദ് അലി ജിന്നയുടെ വീടിന്റെ മുമ്പിൽ ധർണ ഇരിക്കാമായിരുന്നല്ലോ, ധർണ ഇരുന്നില്ല. സർദാർ പട്ടേലിന്റെ വീടിന്റെ മുമ്പിൽ ധർണ ഇരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീട്ടിൽ ധർണ ഇരുന്നു. ബാബാ സാഹിബ് അംബേദ്കറിന്റെ വീടിന്റെ മുമ്പിൽ ധർണ ഇരുന്ന് ഈ ബാപ്പുജി എന്ന് പറഞ്ഞ നിങ്ങളെ ആള് 20 ലക്ഷം പേരാണ് ഈ പാർട്ടീഷന്റെ സമയത്ത് മരിച്ചത്. അതിനു വേണ്ടി കണ്ണീരൊഴുക്കിയില്ല. അതുപോലെ തന്നെ റാം ഒന്ന് മ്യൂട്ട് ചെയ്യോ? അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ ഗുജറാത്ത് എന്ന് പറയുന്ന ധാരാളം പേര് പറയുന്നുണ്ട്. ഗുജറാത്തിൽ 1140 പേരാണ് മരിച്ചത്. അതിൽ 300ഓളം പേര് പോലീസിന്റെ വെടികൊണ്ടാണ് മരിച്ചത്. അതായത് അക്രമം നടത്തിയല്ലോ. അതായത് ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു അധികാരമില്ല. പിന്നെയും ഞാൻ വേണമെങ്കിൽ പറയാം, പിന്നെയും ഫ്രീഡം ഫൈറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അദ്ദേഹം ഈ ബംഗാളിന്റെ അടുത്ത് വരെ വന്നിട്ട് ഒക്ടോബർ 21 നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതായിരിക്കണം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി 2019 ഒക്ടോബർ 21 വീണ്ടും ഒരു തവണ ത്രിവർണ പതാക റെഡ് ഫോർട്ടിൽ ഉയർത്തിയത്. അത് വേണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിവസം എന്ന് പറയാം. അഖണ്ഡ ഭാരതത്തിന്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് പ്രൊക്ലമേഷൻ ചെയ്തു അന്ന് ബംഗാളിന്റെ അടുത്ത് വന്നിട്ട്. അഖണ്ഡ ഭാരതത്തിന്റെയാണ് അന്ന് 1945 ഒക്ടോബർ 21 നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഡിക്ലെയർ ചെയ്തത്. ആ ഈ സുഭാഷ് ചന്ദ്രബോസിനെ ചതിച്ച് അവരാണ് ഇന്ന് ഈ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞ ഈ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഈ രാഷ്ട്രപക്ഷി, രാഷ്ട്രഗീതം ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഈ രാഷ്ട്രപിതാവ് എവിടെങ്കിലും ഉണ്ടെന്നൊന്ന് കാണിച്ചു തരാമോ നിങ്ങൾ? ഈ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഈ ഗവൺമെന്റ് റെക്കോർഡില് ഇദ്ദേഹം രാഷ്ട്രപിതാവാണ് എന്ന് പറഞ്ഞതായിട്ട് എവിടെങ്കിലും ആർക്കെങ്കിലും എനിക്കറിയില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ ഞാൻ സമ്മതിക്കാം. എന്റെ അറിവിൽ ഞാൻ ധാരാളം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. എവിടെങ്കിലും ഒക്കെ ഉണ്ടോന്ന് എനിക്കറിയാവുന്ന ചില പത്രപ്രവർത്തകരുടെ അടുത്തൊക്കെ ചോദിച്ചു, എനിക്കറിയാവുന്ന ചില അഡ്വക്കേറ്റ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു. ഈ ഒരിടത്തും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഇദ്ദേഹം ഈ രാഷ്ട്രപിതാവ് എങ്ങനെ നമുക്ക് എവിടെയാണ് പിതാവ്? രാഷ്ട്രം എന്നേ ഉണ്ട്. ഇദ്ദേഹം ചെയ്ത രാഷ്ട്രത്തെ വെട്ടിമുറിച്ചു. ഇദ്ദേഹം ഉള്ള രാഷ്ട്രത്തെ വെട്ടിമുറിച്ചു. ഈ ഡബിൾ സ്പീക്ക് എന്നൊക്കെ പറയത്തില്ലേ, ഈ രണ്ട് മുഖങ്ങളുള്ള ആള്, ഈസ് നത്തിങ് ബട്ട് ഡ്യുവൽ പേഴ്സണാലിറ്റി. അങ്ങനെയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ഉണ്ടല്ലോ, ഈ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് രാഷ്ട്രവിരോധമായി. ഇയാൾക്ക് എഗെയിൻസ്റ്റ് ഇദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ലേ? ഇദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവരുടെയൊക്കെ ഇതിട്ടിട്ടാണ് ഇദ്ദേഹം ഈ വരുന്നത്. ഈ ഒരു ഇരട്ടത്താപ്പുകളെയും ഇദ്ദേഹത്തിന്റെ ഇതിനെയും കാണിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഒക്ടോബർ 21 ഡിക്ലെയർ ചെയ്ത ദിവസമായിരിക്കണം
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സമരം, ഈ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അഖണ്ഡ ഭാരതം. അന്ന് നീ ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ ഈ അടുത്ത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വായിച്ചാണ്, ആ സമയത്ത് 11 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അംഗീകരിച്ചത്. 1945 ഒക്ടോബർ 21 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയി എന്ന് ഡിക്ലെയർ ചെയ്ത സമയത്ത് 11 രാജ്യങ്ങൾ അത് ഇമ്മീഡിയറ്റ്ലി ഇന്ത്യ അംഗീകരിച്ചു. അറിയാവോ നിങ്ങൾക്ക്? അതേസമയം 47 ഇവർ അധികാരം കൈമാറിയിട്ട് നമ്മളെ ഓരോരോ രാജ്യം അംഗീകരിക്കാനായിട്ട് 56 വരെ സമയമെടുത്തു. ഈ കോൺഗ്രസ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോയാലുണ്ടല്ലോ, നേരം വെളുക്കും വരെ സംസാരിക്കാൻ പറ്റും. അല്ല വിജയ്, അത് ഇവര്